മൈ ഭാരതിൻ്റെ രജിസ്ട്രേഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് തന്ന ലിങ്കിൽ കയറി കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ഉണ്ടാവും. ആ പേജ് നമ്മളൊന്ന് താഴത്തോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തെത്തി കഴിയുമ്പോഴേക്കും രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ രജിസ്റ്റർ നൗവിൽ കൊടുക്കുക. രജിസ്റ്റർ നൗവിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും ഇങ്ങനെ കാണുന്ന രജിസ്റ്റർ വിത്ത് മൊബൈൽ നമ്പർ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കൊരു 6 അക്ക OTP നമ്പർ ലഭിക്കുന്നതായിരിക്കും. ആ 6 അക്ക OTP നമ്പർ അവിടെ കൊടുക്കുക. വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. അതിൽ ഇപ്പോൾ കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുക. കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിയുമ്പോൾ എബോട്ട് കൊടുക്കുക. എബോട്ടിൽ ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, വാക്സിനേറ്റഡ് ആണോ, ഇമെയിൽ ID, അഡ്രസ്സ്, അഡ്രസ്സ് കൊടുക്കുക, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, റൂറൽ ഏരിയ ആണെന്ന് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലോക്ക് കൊടുക്കുക. പഞ്ചായത്ത് കൊടുക്കുക, വില്ലേജ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏത് യൂത്ത് ഓർഗനൈസേഷൻ ടൈപ്പാണെന്ന് കൊടുക്കുക. അതിൽ കൊടുത്തിരിക്കുന്ന NCC, NSS, NYKS, അതേഴ്സ്. അതിൽ NSS കൊടുക്കുക, NYKS കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ